പലരും പറയുന്ന അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയം തോന്നും. വന്യജീവികൾ പുറത്തേക്ക് വരുന്നതിന് കാരണം എന്ത്? ആഹാരത്തിന്റെ ദൗർലഭ്യമാണോ? കുടിവെള്ളത്തിന്റെ പ്രശ്നമാണോ? ജനറൽ ആശുപത്രിയിലേക്ക് വരുന്ന മെയിൻ റോഡ് തന്നെ ഉപരോധിച്ചുകൊണ്ടുള്ള സമര പരിപാടികളാണ് നടത്തിയത്. ആനയ്ക്കൊന്നും അറിയില്ലല്ലോ ഭരണം മാറിയ കാര്യം. വീണ്ടും അടുത്ത മരണം ഉണ്ടാവണം. ഇതിന് പ്രശ്നം എവിടെയാണെന്നറിയാം. ഇപ്പം ഈ UDF ഭരണകാലത്തും LDF ഭരണകാലത്തും നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഈ പറയുന്ന മാധ്യമങ്ങൾ എടുക്കുന്ന ചില നിലപാടുകളുണ്ട്. പലരും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ഈ 6 മരണങ്ങൾ സംഭവിച്ചത് പോലും. ഇരട്ട നിലപാട് അത് ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കരുത്. അതെ, ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കരുത്. കുറച്ചു കാലമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വന്യജീവി ആക്രമണം. അത് കഴിഞ്ഞ സർക്കാർ ഇരുന്നപ്പോഴും ഉണ്ടായിരുന്നു. അന്ന് പക്ഷേ ഈ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ വിമർശിച്ചവരാണ് കോൺഗ്രസ്സുകാർ. ഇപ്പം ഈ പറയുന്ന UDF അധികാരത്തിൽ കയറി, പക്ഷേ ഈ വന്യജീവി ആക്രമണത്തിന് യാതൊരു കുറവുമില്ല, യാതൊരു നിയന്ത്രണവും ഇല്ല, അവർക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. എന്താ സംബന്ധിച്ച് ഇപ്പം ഇന്നും മാനന്തവാടിയിൽ ഒരാളെ കാട്ടാന ആക്രമിച്ചു, മരണപ്പെട്ടു. ഇതിങ്ങനെ ഒരു തുടർക്കഥയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു പരിഹാരം കാണാനോ ഒന്നും പറ്റുന്നില്ല. അന്ന് വിമർശിച്ചവർക്ക് ഇന്ന് എന്തേ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കേണ്ടത് സംസ്ഥാനത്തിന്റെ ഒരു ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഇപ്പം കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലഘട്ടത്തിലാണെങ്കിലും ഇന്നിപ്പോൾ UDF സർക്കാരിന്റെ കാലഘട്ടത്തിലാണെങ്കിലും ഇനി കൃത്യമായ ഒരു രീതി ഉണ്ടാവണം എങ്ങനെ ഇത് ചെറുക്കണം എന്നുള്ളതിനെ കുറിച്ച്. നമുക്കറിയാം, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആനയിറങ്ങൽ എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ട് ഈ ഇടുക്കി ജില്ലയിൽ. ഇടുക്കി എനിക്ക് തോന്നുന്നു കാട്ടുമേഖലയാണ്. ആ ഭാഗങ്ങളിലൊക്കെ അവിടെ ഒരു കാലത്ത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ അവിടെ ആൾക്കാർക്ക് താമസിക്കാൻ സ്ഥലം കൊടുത്തിരുന്നു. അവർക്ക് ഉന്നതി പോലെ വെച്ച് വീടൊക്കെ വെച്ചിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ആ സ്ഥലത്തിന്റെ പേര് ആനയിറങ്ങൽ എന്നാണ്. അപ്പോൾ അവിടേക്ക് ഒരു ഉച്ച കഴിയുമ്പോഴേക്ക് കാട്ടാന ഇറങ്ങുന്നു. കാട്ടാന ഇറങ്ങിയിട്ട് കൃഷി നശിപ്പിക്കുക, അതോടൊപ്പം വീടുകൾ നശിപ്പിക്കുക. അവിടെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അവിടെ നിർമ്മിതിക്കാർ വീടൊക്കെ വെച്ചു കൊടുത്തു. നിർമ്മിതിക്കാർ വീടൊക്കെ വെച്ചു കൊടുത്തെങ്കിലും അവർക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല. രാത്രി ആയി കഴിഞ്ഞാൽ അവർക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. കൃഷിയെല്ലാം നശിപ്പിച്ചിട്ട് പോവാം. പിന്നീട് അവിടെ ഉള്ളവർക്ക് തീരെ നിർവാഹം ഇല്ലാതെ വന്നവരെന്ത് ചെയ്തു? വീടിന്റെ മുകളിൽ ഈ പടുതയൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ കട്ടില് പോലൊക്കെ ഒരുക്കി അതിനകത്ത് കിടന്നുറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ കാണുന്ന പോലെയൊന്നുമല്ല. നമ്മൾ ആ മലയോര മേഖലകളിലേക്ക് പോയാൽ പലരും പറയുന്ന അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയം തോന്നും. അവിടെ എങ്ങനെ ജീവിക്കുന്നു? 2 വീലർ ഓടിച്ച് വീട്ടിലേക്ക് പണിയും കഴിഞ്ഞ് വരുന്ന വഴിയിലായിരിക്കും കാട്ടാന നിൽക്കുന്നത് മുന്നിൽ. അപ്പം അവിടെ വെച്ച് അക്രമം ഉണ്ടാകാം, ഉപദ്രവിക്കാം, പിന്നെ കൊല്ലാം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. പക്ഷേ കാലാകാലങ്ങളായി ഇപ്പോൾ UDF ആവട്ടെ LDF ആവട്ടെ ഇത് വന്ന കാലഘട്ടങ്ങളിലൊന്നും ഇതിനെ ഒരു വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ വേണ്ട മാർഗങ്ങൾ കണ്ടെത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ വിഷയം ഉണ്ടാകുമ്പോൾ ഇപ്പം നിലമ്പൂർ ബൈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലം ഒരു വന്യജീവി ആക്രമണം നേരിടുന്ന ഒരു മേഖല തന്നെയാണ്, കാട്ടുപ്രദേശമാണ്. അപ്പോൾ അവിടെ കാട്ടുപ്രദേശം ഞാൻ ആ ഒരു അർത്ഥത്തിലല്ല പറഞ്ഞത്, അവിടെ ഈ വന്യജീവി ആക്രമണം രൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് UDF ഏറ്റവും വലിയ ആയുധമാക്കിയത് ഈ പറയുന്ന വന്യജീവി ആക്രമണമാണ്. വന്യജീവി ആക്രമണത്തിൽ ഇവിടുത്തെ നേതാവിന് അല്ലെങ്കിൽ അവിടുത്തെ മന്ത്രിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. നമുക്കറിയാം, അവരുടെ പിന്നെ മരണപ്പെട്ടവരുടെ ഡെഡ് ബോഡി പോലും പിന്നെ വയനാട് മേഖലയിൽ എടുത്ത് റോഡിൽ കൊണ്ടുവച്ചുകൊണ്ട് സമരം ചെയ്ത് റോഡ് ഉപരോധിച്ച് സമരം ചെയ്യുന്ന ഒരു നില വരെ ഉണ്ടായി. എന്നാൽ പോലും എന്നിട്ട് ഇതിനെ വോട്ട് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായി നിലമ്പൂരുകാർ കണ്ടു, അല്ലെങ്കിൽ ഉപയോഗിച്ചു, കൃത്യമായി ഉപയോഗിച്ചു. ഇപ്പൊ ആര്യാടൻ ഷൗക്കത്ത് ആണെങ്കിലും PV അൻവർ ആണെങ്കിലും ഇവരൊക്കെ അതിനുവേണ്ടി വളരെ കൃത്യമായി അതിനെ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ് വന്യജീവി ആക്രമണം എന്ന് പറഞ്ഞാൽ. എന്നാൽ വന്യജീവി ആക്രമണങ്ങൾ ഇന്നലെ തുടങ്ങിയൊന്നുമല്ല. ഇതിന് കാലങ്ങളായിട്ടുള്ള ഒരു ഇതുണ്ട്. കാലങ്ങളായി മനുഷ്യനും വന്യജീവിയും തമ്മിലുള്ള ആക്രമണം അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നത് സ്ഥിരമാണ് നമ്മുടെ മലയോര മേഖലകളിൽ. അപ്പം ഇതിന് കൃത്യമായി എന്തുകൊണ്ട് ഇതിനെ നമ്മൾ അന്വേഷിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, വന്യജീവികൾ എന്തുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്, അത് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠനം നടത്തേണ്ട ഒരു കാര്യമാണ്. വന്യജീവികൾ പുറത്തേക്ക് വരുന്നതിന് കാരണം എന്ത്? ആഹാരത്തിന്റെ ദൗർലഭ്യമാണോ? കുടിവെള്ളത്തിന്റെ പ്രശ്നമാണോ? ഈ മഴക്കാലത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന എന്തായാലും കുടിവെള്ളത്തിന്റെയും ആഹാര സാധനങ്ങളുടെ ആന പുറത്തേക്ക് ഇറങ്ങുന്ന അതുകൊണ്ടൊന്നും ആയിരിക്കില്ല. അപ്പം പുറത്തേക്ക് വരാനുള്ള കാരണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാരണങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം അതിന് വേണ്ട, ഇതിനു മുമ്പ് അവിടെ ഈ പുല്ല് കൃഷി അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാടിനുള്ളിൽ ഫെൻസിങ്, അതിന് വേണ്ടിയിട്ടൊക്കെ പൈസ ചെലവാക്കിയിട്ടുണ്ട് സർക്കാരുകൾ പലതും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അത് പഠനം നടത്തി കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിനാണ് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത്. അല്ലാതെ ഇവിടെ വെറുതെ ഫെൻസിങ് കെട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ നമുക്കറിയാം പിന്നെ സോളാർ ഫെൻസിങ് കെട്ടിയിട്ടുണ്ട്. ഈ സോളാർ ഫെൻസിങ് കെട്ടിയത് മൂലം ചില ആൾക്കാർ അതിൽ തട്ടി വീണ് മരിക്കുന്ന സമയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ സോളാർ ഫെൻസിങ് എല്ലാം കാലക്രമേണ ഈ പറയുന്ന ആനയ്ക്ക് അതിനെ മറികടക്കാനുള്ള ശേഷിയായി. കിടങ്ങുകളുടെ നിർമ്മാണം,
ഏതാണ്ട് പിന്നെ 4 കോടി രൂപ മുടക്കിയിട്ട് കിടങ്ങുകൾ നിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ള പദ്ധതി വരുന്നു. അപ്പൊ ഇതിനെയൊക്കെ അങ്ങനെ മാത്രമല്ല എന്തുകൊണ്ട് ഇറങ്ങുന്നു എന്നുള്ളതിനെ കുറിച്ചും ചർച്ച നടത്തേണ്ടതുണ്ട്. അപ്പം ആ രീതിയിൽ വേണം പോകാൻ. ഇപ്പൊ നമ്മൾ നോക്കേണ്ടത് അന്ന് LDF സർക്കാർ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഇത്രയില്ല. ഈ UDF അധികാരത്തിൽ കയറിയതിനു ശേഷം എന്തോ കാലക്കേട് പിടിച്ച സമയത്താണ് ഈ പുതിയ സർക്കാർ എനിക്ക് തോന്നുന്നു സത്യപ്രതിജ്ഞ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം UDF അധികാരത്തിൽ കയറിയതിനു ശേഷം ഇപ്പം 21 ദിവസം പിന്നിടുമ്പോൾ ഏകദേശം 6ഓളം വരുന്ന മരണങ്ങൾ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതേസമയം ഈ കാര്യങ്ങൾ ചെന്നിട്ട് നമ്മൾ ഷിബു ബേബി ജോൺ എന്ന് പറയുന്ന വനം മന്ത്രിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് എനിക്ക് മാജിക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കൈ കഴുകി മാറുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് എൻ്റെ കയ്യിൽ ഒറ്റമൂലികളൊന്നും ഇല്ല ഈ വന്യജീവി ആക്രമണത്തെ ചെറുക്കാൻ. ശരിയാണ്, അദ്ദേഹം പറയുന്നത് ശരിയാ. പിന്നെ എന്തർത്ഥത്തിലായിരുന്നു അന്ന് സമരം ചെയ്തത്? അതാണ്. അപ്പൊ എന്തിനായിരുന്നു അന്ന് സമരം ചെയ്തത്? ഇതിന് ഒറ്റമൂലിയൊന്നും ഇല്ല, അല്ലെങ്കിൽ ഇത് പ്രതിരോധിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഈ പറയുന്നവർക്കും അറിയാം, ഈ പറയുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് പറഞ്ഞവർക്കും അറിയാവുന്നേ. എന്നിട്ട് ഇവരെന്ത് ചെയ്തു? ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കുക. ഇവിടെ ഏതൊരു സാധനവും വെച്ചിട്ട് പൊളിറ്റിക്കലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നിലമ്പൂർ ബൈ ഇലക്ഷന്റെ സമയത്താണ് അവിടെ ഒരു സ്കൂൾ വിദ്യാർത്ഥി അവിടെ ഒരു സ്വകാര്യ വ്യക്തിയുടെ പന്നി കെണിയിൽ വീണിട്ട്, അല്ലെങ്കിൽ പന്നിക്ക് വേണ്ടി വെച്ചിരുന്ന ഇലക്ട്രിക് സർക്യൂട്ടിൽ പെട്ടിട്ട് ഒരു പയ്യൻ കുളിക്കാൻ പോയതാണ്. കുളിക്കാൻ പോവോ അങ്ങനെ എന്തോ കളിയും കഴിഞ്ഞ് വന്ന് കുളിക്കാനോ മറ്റോ ഇറങ്ങിയ സമയത്ത് ഷോക്ക് ഏറ്റ് മരിക്കുന്നു. ഇതൊരു ശരിക്കും പറഞ്ഞാൽ അത് സർക്കാർ സ്ഥാപിച്ച പിന്നെ ഇലക്ട്രിക് വേലിയല്ല, അനധികൃതമായി ഒരു സ്വകാര്യ വ്യക്തി, അതും ആര്യാടൻ ഷൗക്കത്തുമായി വളരെ അടുപ്പമുള്ള ഒരു സ്വകാര്യ വ്യക്തി സ്ഥാപിച്ചിരുന്ന ഒരു ഇരുമ്പ് വേലിയാണ്, അല്ലെങ്കിൽ പിന്നെ വൈദ്യുതി വേലിയാണ്. ഒരു പയ്യൻ അവിടെ കുളിക്കാൻ പോകുന്നു, ആ കമ്പിയിൽ തട്ടിയിട്ട് പന്നിക്ക് വേണ്ടി വെച്ചിരുന്ന കെണിയിൽപ്പെട്ട് കുട്ടി മരിക്കുന്നു. ഇതിനെ ഏത് തരത്തിലാണ് അവർ കൊണ്ടുപോയെന്ന് ആലോചിച്ച് നോക്കൂ. അതിനെ UDFന്റെ ജ്യോതികുമാർ ചാമക്കാല അടക്കമുള്ള ഇവിടുത്തെ ഏറ്റവും പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾ അടക്കം ഇവിടുത്തെ ആശുപത്രിയിലേക്ക്, അവിടുത്തെ ജനറൽ ആശുപത്രിയിലേക്ക് വരുന്ന മെയിൻ റോഡ് തന്നെ ഉപരോധിച്ചുകൊണ്ടുള്ള സമര പരിപാടികളാണ് നടത്തിയത്. എന്നിട്ട് അവർ പറഞ്ഞെന്താ, ഇത് പിന്നെ മനഃപൂർവ്വം കരുതിക്കൂട്ടി നടത്തിയ കൊലയാണെന്നാണ് പറഞ്ഞത്, കൊലപാതകം എന്നാണ് പറയുന്നത്. അല്ലെ, ഇത് രാഷ്ട്രീയമായ കൊലപാതകം എന്നുള്ള നിലയിലേക്ക് വരെ അതിന്, അതായത് അന്ന് പറഞ്ഞെന്താ, ഗവൺമെന്റ് സ്പോൺസേർഡ് മർഡർ എന്നാ പറഞ്ഞത്, സർക്കാർ സ്പോൺസർ ചെയ്ത കൊലപാതകം എന്നായിരുന്നു അന്ന് ജ്യോതികുമാർ ചാമക്കാലയും സന്ദീപ് വാര്യർ അടക്കമുള്ള നേതാക്കന്മാർ അതിനെ കുറിച്ച് പറഞ്ഞത്. എന്നാൽ അതായിരുന്നോ വാസ്തവം? പിന്നീടാണ് മനസ്സിലായത് അവിടെ ഒരു സ്വകാര്യ വ്യക്തി കെട്ടിയിരുന്ന ഒരു പിന്നെ വേലിയായിരുന്നു എന്നും, ആ വേലി തട്ടിയാണ് ഈ കുട്ടി മരിക്കുകയും ചെയ്തതെന്ന്. എന്നിട്ട് ഇവര് കാട്ടിക്കൂട്ടി എന്താ, അവിടെ മെയിൻ ആശുപത്രിയിലേക്ക് വരുന്ന പ്രധാന പാത ഉപരോധിക്കുന്ന നടപടി, ആംബുലൻസിനെ പോലും കടത്തിവിടാത്ത രീതിയിലുള്ള ഉപരോധമല്ലേ ഇവർ നടത്തിയത്. അപ്പൊ അത് എത്രത്തോളം നീചവും നിന്ദ്യവുമായ പ്രവൃത്തിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഇതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. പൊളിറ്റിക്കലൈസ് ചെയ്യുക, പൊളിറ്റിക്കലൈസ് ചെയ്തുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഇതിനുള്ള നടപടിക്രമങ്ങളെ കുറിച്ച് ഇതൊരു സർവകക്ഷി യോഗം പോലെയോ ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്യാൻ ഇവർ തയ്യാറല്ല. മലയോര മേഖലയിൽ ഇപ്പം നിലമ്പൂരാണെങ്കിലും വയനാട്, ബത്തേരി, പിന്നെ കൽപ്പറ്റ, ഇവിടങ്ങളിലൊക്കെ മാനന്തവാടി, ഇവിടെ നിന്നൊക്കെ വരുന്ന MLA മാരും അടക്കമുള്ള ഇപ്പൊ ഇടുക്കി, രാജാക്കാട് പറയുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരെയും കൂടെ ഇരുത്തിക്കൊണ്ട് ഒരു സർവകക്ഷി യോഗം വിളിക്കാൻ എന്തുകൊണ്ടാണ് ഇവിടുത്തെ സർക്കാരുകൾ കഴിയാതെ പോകുന്നത്? അല്ലെങ്കിൽ അങ്ങനെ തയ്യാറാകുന്ന അല്ലെങ്കിൽ ഭരിക്കുന്ന ഒരു സർക്കാരുമായി അല്ലെങ്കിൽ അടുത്തിടപഴകിക്കൊണ്ട് ഒരു മുന്നൊരുക്കത്തോട് ഒരു ഇരിക്കാൻ തയ്യാറാവാത്ത എന്തുകൊണ്ടാണ്? നമുക്ക് ഈ പറയുന്ന ഇവിടെ രാഷ്ട്രീയം കളിച്ചിട്ട് കാര്യമില്ല. കാരണം ഈ ആനയ്ക്കറിയില്ല ഈ കാര്യമൊന്നും. അത് ആരോ രസകരമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഷിബു ബേബി ജോൺ തന്നെയാണ് പറഞ്ഞത്, ആനയ്ക്കൊന്നും അറിയില്ലല്ലോ ഭരണം മാറിയ കാര്യം എന്ന്. ഈ പറയുന്ന വന്യജീവിക്ക് അറിയില്ല ഭരണം മാറിയ കാര്യം, അതുകൊണ്ട് ക്ഷമിക്കൂ എന്നാണ് പറയുന്നത്. ഇനി ഷിബു ബേബി ജോൺ തന്നെയാണ് വളരെ സരസമായി പറഞ്ഞത്. അപ്പം ഈ പറയുന്ന ആര് ഭരിച്ചിരുന്നാലും ശരി, അവിടെ കൊല്ലപ്പെടുന്നത് വോട്ടറാണ്. അത് ചിലപ്പോൾ LDFന്റെ ആവാം, UDFന്റെ ആകാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രതിപക്ഷവും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് സർക്കാരിന് പിന്തുണ പ്രഖ്യാപിക്കണം. പക്ഷെ ഒരു കാലത്തും അത് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് പോലും, അല്ലെങ്കിൽ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് ഇപ്പം സുൽത്താൻ ബത്തേരിയിൽ MLA ആയിരിക്കുന്ന പിന്നെ IC ബാലകൃഷ്ണൻ ഉണ്ട്, കൽപ്പറ്റ MLA ആയിരുന്ന അന്ന് T സിദ്ദിഖുണ്ട്. ഇവരുടെയൊക്കെ ഒരു നേതൃത്വത്തിൽ എപ്പോഴെങ്കിലും ഒരു ചർച്ച നടന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത് നമുക്ക് പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്, നിലമ്പൂരിൽ നിന്ന് പിന്നെ ഷൗക്കത്തോ ആരെങ്കിലും ഇത് പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ് എന്ന് കരുതിക്കൂട്ടി സർക്കാരുമായി ഒരു ചർച്ച വെച്ചിട്ടുണ്ടോ? ഇതിനെ പരിഹരിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ അതിനു വേണ്ട പിന്തുണ പ്രഖ്യാപിക്കാം എന്ന് പറഞ്ഞിട്ടില്ല. പകരം എന്ത് ചെയ്തു? സമരം നടത്തുകയാണ് ചെയ്തത്. ആ സമരം നടത്തിയോണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? പ്രയോജനം ഉണ്ടായതേ ഇല്ല. അത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. UDFന്റെ ഭരണകാലം ഇത്ര എത്തിയിട്ടേ ഉള്ളൂ, 21 ദിവസം പിന്നിടുന്നേ ഉള്ളൂ. ആ 21 ദിവസം പിന്നിടുമ്പോഴേക്കും 6 മരണങ്ങൾ നടന്നു കഴിഞ്ഞു. ഇനി എത്രയോ സംഭവിക്കാനിരിക്കുന്നു. സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. കാരണം പോകുന്ന ഒരു ജീവനാണല്ലോ. അപ്പം ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാരും പ്രതിപക്ഷവും വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് സ്വൈര്യമായി കിടന്നുറങ്ങാൻ കഴിയില്ല എന്നുള്ളത് വാസ്തവമാണ്. അവർക്ക് വേണമെന്നുണ്ട് റീഹാബിലിറ്റേറ്റ് ചെയ്യണമെന്നേ. അതായത് അതുമായി ബന്ധപ്പെട്ട് മലയോര മേഖലകളിൽ അല്ലെങ്കിൽ വനമേഖലകളിൽ താമസിക്കുന്ന
ഈ വന്യജീവി ആക്രമണം പതിവായിരിക്കുന്ന സാഹചര്യങ്ങളിലുള്ള പൊതുജനത്തെ അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരെ അവരുടെ താല്പര്യപ്രകാരം അവരെ പുനരധിവസിപ്പിക്കാൻ സംവിധാനങ്ങൾ തയ്യാറാവണം. അതെങ്ങനെ ഇപ്പോഴത്തെ സർക്കാരിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അവര് പ്രതിപക്ഷത്തിരുന്ന സമയത്ത് കിട്ടിയ പൈസ പുട്ടടിച്ച് കീർത്തവരാ ഈ ശവം തൂക്ക് നടത്തിയിട്ട്. അപ്പൊ ഇങ്ങനെ പോലും അപ്പൊ അതിനുവേണ്ടി തയ്യാറാവുക എന്ന് മാത്രമാണ്, അല്ല അവരെ അതിനുവേണ്ടി തള്ളിവിട്ടിട്ട് കാര്യമില്ല. ഒന്നുകിൽ വന്യമൃഗങ്ങളെ ഒഴിവാക്കി വിടുക. ഏത് വിഷയം ഉണ്ടായാലും ശരി, ഇതിപ്പോ മാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു സമയമുണ്ട്. അത് കഴിഞ്ഞ് ഇത് വീണ്ടും അടുത്ത മരണം ഉണ്ടാവണം. ഇതിന് പ്രശ്നം എവിടെയാണെന്നറിയാം. ഇപ്പം ഈ UDF ഭരണകാലത്തും LDF ഭരണകാലത്തും നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഈ പറയുന്ന മാധ്യമങ്ങൾ എടുക്കുന്ന ചില നിലപാടുകളുണ്ട്. ആ മാധ്യമങ്ങളുടെ നിലപാട് എപ്പോഴും ഒരു എന്താ പറയാ, ഒരു പ്രോ UDF എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്ന് വിട്ടു മാറണം. ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് ക്രൂരമായ നിശിതമായ വിമർശനവും UDF ഇരിക്കുന്ന സമയത്ത് സോഫ്റ്റ് കോർണറോട് കൂടി ഉള്ള സമീപനവും മാധ്യമങ്ങൾ വിട്ടേ പറ്റൂ. അല്ലെ, വിമർശിക്കേണ്ട സമയങ്ങളിൽ വിമർശിച്ചേ പറ്റൂ. ഇതാ ഇപ്പം മാധ്യമ വിലക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എന്താ പറഞ്ഞ മാധ്യമ നിയന്ത്രണം എന്ന് മാറ്റി എഴുതാൻ ഇവിടുത്തെ പത്രമാധ്യമങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. സെക്രട്ടേറിയറ്റിൽ മാധ്യമ നിയന്ത്രണം എന്ന് എഴുതാൻ കഴിഞ്ഞു. അത് പിണറായി വിജയൻ ഭരിക്കുകയാണെങ്കിൽ അത് മാധ്യമ വിലക്കായി മാറും. ഇവിടെയാണ് ഈ പറയുന്ന രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല, അറ്റകുറ്റപ്പണിയും മോടി പിടിപ്പിക്കലും. പിണറായി വിജയൻ ചെയ്ത അത് മോടി പിടിപ്പിക്കലും VD സതീശൻ ചെയ്ത അറ്റകുറ്റപ്പണിയായി മാറും. ഇതൊരു പൊതു രീതിയാണ്. അതായത് എന്നും മാധ്യമങ്ങൾ ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഈ സംഭവങ്ങളൊക്കെ ഇപ്പൊ 6 മരണമായി. ഇത് എവിടെയെങ്കിലും സ്വാഭാവികമായിട്ട് ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്താണെങ്കിൽ അന്തിച്ചർച്ച പലത് കഴിഞ്ഞേനെ. ഇവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകരടക്കം അണിനിരന്നുകൊണ്ട് ഇടതുപക്ഷത്തെ ചീത്ത വിളിക്കാൻ വേണ്ടിയും സമയം കണ്ടെത്തിയേനെ. ഒരു പാനലിലിരിക്കുന്ന 4 പേരുണ്ടെങ്കിൽ 4 പേരിൽ ഒരാളെ മാത്രം ഒരു LDF ഒരു പ്രതിനിധിയാക്കി ഇട്ടിട്ട് ബാക്കി 3 പേരെയും LDF വിരോധികളായിക്കൊണ്ട് ഇറക്കിക്കൊണ്ട് ഇവിടെ ചർച്ച നടന്നേനെ. എന്നിട്ട് എത്ര ദിവസം ചർച്ച നടക്കുന്നുണ്ട് ഇവിടെ ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്? ഇത് ഇരട്ട നിലപാടെന്ന് പറയും. പലരും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ഈ 6 മരണങ്ങൾ സംഭവിച്ചത് പോലും ഈ പറയുന്ന പല ജനങ്ങളും അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം ഇതിനൊക്കെ ഒരു കൃത്യമായ ഒരു പദ്ധതി ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അത് സർക്കാർ ഇന്നത് എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. സമരം ചെയ്യുമ്പോൾ ഒരു നിലപാടും സമരം അധികാരത്തിൽ ഏറി കഴിയുമ്പോൾ വേറൊരു നിലപാടും എന്ന് പറയുന്ന അതിന് ഈ ഇരട്ട നിലപാട് അത് ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കരുത്. അതെ, ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കരുത്. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഓരോ സർക്കാരും പ്രവർത്തിക്കേണ്ടതെന്നാണ് പറയാനുള്ളത്.